കെട്ടിപ്പിടിച്ചപ്പോൾ ദിലീപേട്ടൻ എന്നോട് ചെവി പറഞ്ഞു, എടാ ഇത്രയും മീഡിയക്കാർ നിൽക്കണേണ്, സൂക്ഷിച്ച് ഞാൻ സിബ് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അവർ മുമ്പിലുണ്ടെങ്കിൽ ഞങ്ങൾ പുറകിലുണ്ടാവും. അപ്പോഴാണ് ഇവർ 3-4 പേര് നെഞ്ചൊക്കെ വിരിച്ചിട്ട് ഈ സാധനം പടപട രണ്ട് വെട്ടിക്കല്. എത്ര വർഷം പഴകിയാലോ ഈ വൈനിന് അല്ല മദ്യത്തിന് വീര്യം കൂടുന്ന് പറയുന്ന പോലെ ക്ലബായതുകൊണ്ടാണ് ഇങ്ങനെ. മൂവിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ദിലീപേട്ടന് ഒരു വലിയ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എനിക്ക് തോന്നുന്നു കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന പടത്തിലേക്ക് ഒരൊറ്റ സീനേ ഉള്ളൂ, ഒരു തല്ലുന്ന ഒരു സീനുണ്ട്. ആ സീന് വേണ്ടി എന്നെ വിളിച്ചത് ദിലീപേട്ടനാണ്. ആ സീൻ കണ്ടതിന് ശേഷമാണ് റാഫി സാർ പിന്നെ റോൾ മോഡലിലേക്ക് വിളിക്കുകയും ബോംബ് കഥ സംഭവിക്കുകയും അങ്ങനെ കണക്ട് ചെയ്താണ് എൻ്റെ അഭിനയ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. സൗണ്ട് ഇത്തിരി പ്രശ്നമുണ്ട്. പക്ഷെ ഇതിനൊന്നുമല്ല ഞാനിപ്പോൾ നന്ദി പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഇത്രയും നേരം ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓടിപ്പോയിട്ട് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദിലീപേട്ടൻ മന്നേനും ഇവിടെ റെഡി ആവണമെന്ന് പറഞ്ഞിട്ട് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് ദിലീപേട്ടൻ വന്നു. നേരെ ചാടി ഞാൻ വന്നു. ഞാൻ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ദിലീപേട്ടൻ എന്നോട് ചെവി പറഞ്ഞു, എടാ ഇത്രയും മീഡിയക്കാർ നിൽക്കണേണ്, സൂക്ഷിച്ച് ഞാൻ സിബ് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. എൻ്റെ മാനം രക്ഷിച്ചതിന് മരണം വരെ ഞാൻ നന്ദിയുള്ളവരായിരിക്കും. അതാണ് എനിക്ക് ബാക്കിയൊക്കെ വിട്ട്, ഞാൻ ദിലീപേട്ടൻ ചെയ്ത എല്ലാ കാര്യം വിട്ട്. ഇതാണ് എനിക്ക് എൻ്റെ, കാരണം അത്രയും മീഡിയ ഉണ്ടായിരുന്നു. അവന്മാരപ്പം അങ്ങോട്ട് വന്നു, പോടാ നേരെ നോക്കാം. പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ വേദിയിൽ മുമ്പിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മീഡിയാസ്, എൻ്റെ കൂട്ടുകാർ, എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഈ സിനിമ എന്നോട് ജോൺ കുട്ടി ചേട്ടനാണ്, നമ്മുടെ ജോണി ആൻ്റണി ചേട്ടനാണ് ആദ്യമായിട്ട് കേൾക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തിയേറ്ററിൽ അന്നൊക്കെ ടി വിയിൽ വരുമോ, ഈ മുഖം ടി വിയിൽ വരുമോ എന്ന് പോലും വിചാരിക്കാത്ത കാലഘട്ടത്താണ് ഞാൻ താന്തോന്നി എന്ന് പറഞ്ഞ പടം കാണുന്നത്. പിന്നീട് അതേ സംവിധായകൻ്റെ ഒരു പടം ഞാൻ അഭിനയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ജോർജ് ചേട്ടൻ എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ ആകർഷണം. പിന്നെ സന്തോഷ് ചേട്ടൻ്റെ ശക്തമായിട്ടുള്ളൊരു തിരക്കഥ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സസ്പെൻസ് ത്രില്ലർ ആകുമ്പോൾ കാണുന്ന പ്രേക്ഷകനും എപ്പോഴും അവൻ്റെ ഒരു ബുദ്ധി ഉപയോഗിക്കും. ഈ റൈറ്ററിൻ്റെ മുകളിൽ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ടായിരിക്കും പ്രേക്ഷകൻ കാണുന്നത്. കാരണം അവൻ കുറച്ചും കൂടി കുറച്ചും കൂടി ബുദ്ധിയുള്ളവരാണെന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അതങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മളുടെ ചിന്തയിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ത്രില്ലർ മൂഡിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത്. അപ്പോൾ ഇതൊരു നല്ല മികച്ച ത്രില്ലർ സിനിമയായിരിക്കുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് വീണ്ടും എല്ലാവർക്കും നന്ദി. ദിലീപേട്ട, വീണ്ടും നന്ദി. നമ്മളുടെ പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ ശ്രീ ദിലീപ്, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു ചടങ്ങിന് വരാൻ സാധിച്ചത്. ഇന്നലെയും ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് ഇവർ രണ്ടുപേരും ഈ വിഷ്ണുവും ബിബിനും ഒരുമിച്ച് നടന്നിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ കൂടുതലും 2 സ്ഥലത്തായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കണേ. പക്ഷെ ഇവരെന്ത് ചെയ്താലും നമുക്ക് കടക്കപ്രതിയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവരത്രയും പ്രിയപ്പെട്ടവരാണ് നമുക്ക്. അറിയാലോ, അപ്പോൾ ബിബിനാണെങ്കിലും നമുക്ക് വലിയ സന്തോഷമുണ്ട് ബിബിൻ അത് പറഞ്ഞതിൽ. അതെന്ന് വെച്ചാൽ നീ പറഞ്ഞ മറ്റേ സംഭവമല്ല കേട്ടോ, അതിൽ നേരത്തെ നീ ഇവിടെ സിപ്പിടായിട്ട് നിൽക്കരുത്, അത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെവി പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ കൂടുതലൊന്നും പറയണ്ടെന്നല്ലേ പറയുന്നത്, എല്ലാവരും വിഷല് കാണുന്നുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ വിഷ്ണുവും ബിബിനും, വിഷ്ണു ആണെങ്കിലും നമ്മൾ നിർമ്മിച്ച കട്ടപ്പനയിൽ ഋതിക് റോഷൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് നായകസ്ഥാനത്തേക്ക് വന്നത്. അതുപോലെ ബിബിനും, ഇവർ രണ്ടും ശരിക്കും പറഞ്ഞാൽ ഗംഭീര എഴുത്തുകാരായി മാറേണ്ട 2 പേരായിരുന്നു. പക്ഷേ അവർ വേറെ രീതിക്ക് തിരിഞ്ഞ് നടക്കുകയാണ്.
വീണ്ടും ഇവർ വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മോശമാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവർക്ക് ആ മിടുക്കുണ്ട്, ആ ടാലൻറ്റ് കളയരുത് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ മിനി സ്റ്റുഡിയോ ഞാനിതുപോലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളുടെ ബന്ധമുള്ളതാണ്. കോവിഡിനൊക്കെ മുമ്പ് തന്നെ മിനി സ്റ്റുഡിയോ വിനോദും ഞാനും ശരിക്കൊരു സിനിമ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് അങ്ങനെ 2-3 സബ്ജക്റ്റുകളായി. പക്ഷേ പിന്നീട് നിങ്ങൾ ആ സിനിമകൾ വേറെ രീതിയിൽ കാണുകയുണ്ടായി. അത് നമ്മൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിനോദും അതുപോലെ ജെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ സഹോദരങ്ങൾ തന്നെയാണ്. അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്ന ഷിബുവൊക്കെ ആണെങ്കിലും നമുക്ക് അടുത്ത ബന്ധമുള്ള ആളുകളാണ്. പിന്നെ ബാബുഭായി പറഞ്ഞ പോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങി കാണുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാബുരാജ്. ഞാൻ വിദ്യാരാജ് പഠിക്കുമ്പോൾ അന്നൊക്കെ നമ്മളൊക്കെ മെലിഞ്ഞിങ്ങനെ ഇരിക്കുക, ഒരു ജിമ്മിലൊക്കെ പോയിട്ട് ഭയങ്കര ഇതിൽ വരിക. അപ്പം നമ്മൾ സ്കൂളിൽ അങ്ങനെ പെൺകുട്ടികളായിട്ട് അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല. പിന്നെ എന്നാലും നമ്മുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ നമ്മുടെ സ്വത്താണ് എന്നുള്ള മാനസികമായിട്ട് നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ അങ്ങനെ വിചാരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അവർ മുമ്പിലുണ്ടെങ്കിൽ ഞങ്ങൾ പുറകിലുണ്ടാവും. അപ്പോഴാണ് ഇവർ 3-4 പേര് നെഞ്ചൊക്കെ വിരിച്ചിട്ട് ഈ സാധനം പടപട 2 വെട്ടിക്കൽ. നമ്മളിങ്ങനെ ഒരു സ്കെൽട്ടനായിരിക്കണം, നമുക്കിതൊന്നും പറ്റൂല. പക്ഷെ അന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല, ഞങ്ങൾ 2 പേരും വിചാരിച്ചിട്ടില്ല. അന്ന് പുള്ളിനെ കണ്ടിട്ട് പോലുമില്ല, ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട് ഈ മസിലുള്ളതുകൊണ്ട്. അതിനുശേഷം ഞങ്ങൾ പിന്നീട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വന്നു. പിന്നീട് അദ്ദേഹം കറങ്ങി, ഞങ്ങൾ ഒരേ കോളേജിലാണ് പഠിച്ചത്, എൻ്റെ സീനിയറാണ്. പിന്നെ അതിനുശേഷം കറങ്ങി പുള്ളി അഭിനയത്തിലൂടെ വന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പല സിനിമകൾ ചെയ്തു. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എടുത്തു പറയേണ്ട സിനിമകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് മായാമോഹിനി. ഞങ്ങൾ കാമുകിമാരായിട്ട് അഭിനയിച്ച സിനിമയൊക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരും അഭിനയിക്കുന്ന ഈ സിനിമ. അതുപോലെ ഇതിലെ വിസ്മയ പറഞ്ഞു അവരുടെ ആദ്യത്തെ സിനിമയാണ്. എന്തായാലും വിസ്മയ ഓൾ ദി ബെസ്റ്റ്, എല്ലാം ഗംഭീരമാവട്ടെ. അതുപോലെ ബിബിനും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, ശ്രീകാന്ത് തുടങ്ങിയ എല്ലാവരും വലിയ സന്തോഷം. ഈ സിനിമയുടെ വലിയൊരു സക്സസ് ഇപ്പോൾ സംസാരത്തിൽ നിന്നാണ് മനസ്സിലായത്. ഈ സിനിമ കുറച്ച് 1-2 വർഷങ്ങളുടെ കണ്ടൻറ്റിൻ്റെ ബലം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് ചില കണ്ടൻറ്റ്സ് അങ്ങനെയാണ്, എത്ര വർഷം പഴകിയാലോ ഈ മദ്യത്തിന് വീര്യം കൂടുന്ന് പറയുന്ന പോലെ, ക്ലബ്ബായതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറയുന്ന പോലെ സബ്ജക്റ്റിന് അത്രയും ഡെപ്ത് ഉണ്ട് എന്നാണ് ഇവിടുത്തെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത്. ICU അത് നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ഇപ്പോൾ ഇവിടെ പറയേണ്ടായി, ഒരുപാട് സിനിമകൾ നോമ്പ് കാലത്താണെങ്കിലും സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കട്ടെ. കാരണം ഈ സിനിമയും വലിയൊരു വിജയമാവട്ടെ. കാരണം ഈ സിനിമ വലിയൊരു വിജയമാവേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. കാരണം മിനി സ്റ്റുഡിയോ നമ്മുടെ അടുത്ത സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എന്തായാലും കാശ് എന്തായാലും വന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. സിനിമ ഗംഭീരമാവട്ടെ, വലിയ വിജയമാവട്ടെ. ICUവിൻ്റെ ഈ ട്രെയിലർ ലോഞ്ച് അല്ലേ, ഇപ്പം എൻ്റെ പണിയാണത് അല്ലേ. ഞാൻ സംസാരിച്ചു വന്നപ്പോൾ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരാൾ ഇതിൻ്റെ ക്യാപ്റ്റനാണ്, ജോർജ് വർഗീസ്. എനിക്ക് തോന്നുന്നത് താന്തോന്നി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം മിക്ക സെറ്റിലും ജോർജ് എന്നെ കാണാൻ വരുമായിരുന്നു. ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരു കഥയും കാര്യങ്ങളൊന്നും വർക്കായില്ല. പക്ഷെ ഐ എം സോ സോറി. സംസാരിച്ച് അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് പോയി. ജോർജ്, ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ പ്രയത്നം, കാരണം ജോർജ് ഒരു സിനിമ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. പലപ്പോഴും പല കഥകളായിട്ട് ഒരുപാട് സിനിമ ചെയ്യാൻ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേര്, അല്ലെങ്കിൽ ഒരുപാട് പേര്, ഒരാളായിട്ടാണ് എനിക്ക് ജോർജിനെ തോന്നിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ജോർജിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഈ സിനിമ വലിയ ഹിറ്റായി മാറട്ടെ. താങ്ക്സ് എ ലോട്ട്. Thank you so much. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ.
മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈ ജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈ ജി ആണ് ഫ്യൂച്ചർ.